അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കും അല്ലേ? നമ്മൾ ദീനിയാത്ത് അതിലെ 6 പാഠങ്ങൾ ചർച്ച ചെയ്തു, പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ 20 വാജിബായ സിഫത്തുകളും മുസ്തഹിലായ സിഫത്തുകളും ജായിസായ ഒരു സിഫത്തും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിക്കാനുള്ള ഒരു ധാരണ നമുക്ക് വേണ്ടത്. അള്ളാഹു എല്ലാം കഴിവുള്ളവനാണ്, എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ് തുടങ്ങിയ കുറേ വിശേഷണങ്ങളും പഠിച്ചില്ലേ? എന്നാൽ ഇനി നമ്മൾ ഈമാൻ കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഈമാൻ കാര്യം പറഞ്ഞിരുന്നത് ഉറക്കെ പറയൂ. അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക അല്ലേ? എങ്ങനെയാണ് അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുക? ആരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ? അവർ മനുഷ്യന്മാരെ പോലെ തന്നെയാണോ? വ്യത്യാസങ്ങളുണ്ടോ? അതൊക്കെ നമുക്ക് അറിയണ്ടേ? മനുഷ്യരെ പോലെ തന്നെയാണോ? അതല്ല മൃഗങ്ങളെ പോലെയാണോ? അതല്ല വേറെ എന്തെങ്കിലും രൂപത്തിലാണോ? ഇതൊക്കെ നമുക്ക് അറിഞ്ഞാലല്ലേ മലക്കുകളെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അതെ. എന്നാൽ മനസ്സിലാക്കൂ, നോക്കൂ, നമ്മൾ ചർച്ച ചെയ്യുകയാണ് പാഠം 7 മലക്കുകളിലുള്ള വിശ്വാസം. ഈമാൻ കാര്യം എത്രാമത്തെ കാര്യമാണ്? രണ്ടാമത്തെ കാര്യം. അള്ളാഹുവിന് മലക്കുകൾ എന്ന ഒരു കൂട്ടം അടിയാറുകളുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ് നമ്മളും. മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകളാണ്. അതുപോലെ മലക്കുകളും അള്ളാഹുവിന്റെ അടിമകളാകുന്നു. എന്നാൽ മനുഷ്യരെ പോലെയാണോ? ആണോ? നമുക്ക് നമ്മളെ ഇടയിലൊക്കെ മലക്കുകളില്ലേ? നമ്മൾ കാണുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് കാണാത്തത്? പ്രകാശം കൊണ്ടാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? പറയൂ. മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് അല്ലേ? മണ്ണ് എപ്പോഴും കാണാൻ സാധിക്കുന്ന സാധനങ്ങൾ. പ്രകാശം കൊണ്ടാണ് ആരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? മലക്കുകൾ. ഭയങ്കര വേഗതയായിരിക്കും. പ്രകാശത്തിന് വലിയ വേഗത അല്ലേ? എന്നതുപോലെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾക്ക് ഭയങ്കര സ്പീഡിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്? പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങൾ ഇന്ന് രാവിലെ ചായ കുടിച്ചില്ലേ? ഭക്ഷണം കഴിച്ചില്ലേ? എന്തേലും നിങ്ങൾ ഭക്ഷണം? പുട്ടും പത്തിരിയും ദോശയും ചപ്പാത്തിക്ക് തിന്നില്ലേ? ചായ കുടിച്ചില്ലേ? നല്ല മധുരട്ട് ചായ കുടിച്ചില്ലേ? പാൽ ചായ കുടിച്ചോ? കുടിച്ചു. എന്നാൽ ഇത് മനുഷ്യന്മാർക്കുള്ള പ്രവൃത്തിയാണ്, തിന്നുക കുടിക്കുക പോലത്തത്. എന്നാൽ മലക്കുകൾ തിന്നുകയില്ല, കുടിക്കുകയില്ല. അല്ലേ? മനുഷ്യന്മാർ തിന്നും ചെയ്യും, കുടിക്കും ചെയ്യും. മൃഗങ്ങൾ തിന്നൂലേ? കുടിക്കൂലേ? ആനയും കടുവയും സിംഹമൊക്കെ തിന്നൂലേ? എന്നാൽ മലക്കുകൾക്ക് അവർ തിന്നുകയില്ല, കുടിക്കുകയില്ല. നമ്മൾ രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താകും? ഭയങ്കര ക്ഷീണം വന്ന്, മിശാഖ നിസ്കരിച്ച് ക്ഷീണം വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഉറങ്ങൂലേ? ഉറങ്ങും. അതുപോലെ തന്നെ ക്ഷീണം വരുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലേ? എന്നാൽ മലക്കുകൾക്ക് തളർച്ച എന്ന അഥവാ ക്ഷീണം ഉണ്ടാകുകയില്ല. ക്ഷീണം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉറങ്ങുക അല്ലേ? അവർക്ക് ഉറക്കവുമില്ല, തളർച്ചയുമില്ല. ഉറങ്ങാത്ത ആൾക്കാർ, ക്ഷീണുണ്ടോ? അതുമില്ലാത്ത ആൾക്കാർ. മനസ്സിലായോ? അന്തം വിടലോ മറവിയോ ഇല്ല.
നമുക്ക് തിരിയാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അന്തം വിട്ടിങ്ങനെ നിൽക്കൂലേ? ഇജെന്താ അന്തം വിട്ടിരിക്കണടോ എന്ന് ചോദിക്കില്ല നമ്മോട്. എന്നാൽ അവർക്ക് അങ്ങനെ അശ്രദ്ധയായ ഒരവസ്ഥയില്ല, അന്തം വിടലോ മറവിയോ ഇല്ല. അള്ളാഹു എന്തെങ്കിലും കാര്യങ്ങൾ കൽപ്പിച്ചാൽ ഞാൻ മറന്നുപോയി. മനുഷ്യരായ നമുക്ക് അന്തം വിടലില്ലേ? എന്തെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിലാവാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എന്താ കാരണം? നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ മലക്കുകൾക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെ മനുഷ്യൻ ഒരു സാധനം ഉമ്മ വീട്ടിൽ നിന്നും പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ, മോനേജ് മദ്രസ ഇട്ട് വരുമ്പോൾ ഇന്ന സാധനം വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു. ഉമ്മ പോക്കറ്റിൽ പൈസ കെട്ട് വന്നിരുന്നു. പക്ഷേ മദ്രസ ഇട്ട് വന്നപ്പോൾ വീട്ടിലെത്തിയിട്ട് ഉമ്മ ചോദിക്കുക, എവിടെ ഞാനോട് കൊണ്ടുവരാൻ പറഞ്ഞ സാധനം? അല്ലാ, മറന്നു പോയിമ്മ അല്ലേ? എന്താ കാരണം? മനുഷ്യന്മാർക്കുള്ള സാധനമാണെന്ന് മറതി എന്നുള്ളത്. എന്നാൽ ആർക്ക് മറതി ഉണ്ടാവില്ല? മലക്കുകൾക്ക് മറതി ഉണ്ടാകുകയില്ല. എപ്പോഴും അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണവർ. മനുഷ്യന്മാരെ മാറിയാണോ? മനുഷ്യന്മാർ എപ്പോഴെങ്കിലൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയുള്ളൂ. എന്നാൽ മനുഷ്യരെ അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അവർ സദാസമയം ഇബാദത്തുമായി ഇങ്ങനെ കൂടുന്നവരാണ്. നിസ്കരിക്കുന്നവരുണ്ട്, റുക്കൂൽ ചെയ്യുന്നവർ മാത്രമുണ്ട്, ഈത്തിദാൽ നിൽക്കുന്നവരുണ്ട്, സുജൂദ് ചെയ്യുന്നവരുണ്ട്. കാലാകാലം സുജൂദിലായി കിടക്കുക. ക്ഷീണുണ്ടോ? വർക്കുണ്ടോ? തളർച്ചയുണ്ടോ? മറുതിയുണ്ടോ? ഒന്നും തന്നെ അവർക്കുണ്ടാകുകയില്ല. എനിക്ക് കഴിയില്ല, ഇനി മതി എന്ന് പറഞ്ഞാൽ അവർക്ക് മതിയാക്കുന്നൊരു സംഗതി അവർക്കുണ്ടാകുകയില്ല. മനസ്സിലായോ? മാതാപിതാക്കൾ, മക്കൾ, സ്ത്രീ പുരുഷന്മാർ ഒന്നും അവരിലില്ല. മലക്കാക്കൊരു പിതാവുണ്ടോ? മലക്കാക്കൊരു മാതാവുണ്ടോ? സ്ത്രീയോ പുരുഷന്മാരോ മക്കളോ ഒന്നും അവർക്കുണ്ടാകൂല. അള്ളാഹു അവരങ്ങോട്ട് സൃഷ്ടിക്കുക. ഒരു മനുഷ്യൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മനുഷ്യനിക്ക് ഉമ്മയും ഉപ്പയും വേണം ഉണ്ടാകണമെങ്കിൽ, അല്ലേ? എന്നാൽ സ്ത്രീകളോ പുരുഷന്മാരോ മക്കളോ ഒന്നും അവർക്കില്ല. മനസ്സിലായോ? ഇപ്പോൾ മലക്കുകളെ കുറിച്ച് ഇപ്പം നമുക്ക് എന്തൊക്കെ വിവരം കിട്ടി അല്ലേ? കുറേ വിവരങ്ങൾ കിട്ടിയില്ലേ? എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു എല്ലാവരും? അള്ളാഹുവിൻ്റെ ഒരു കൂട്ടം അടിയാറുകളാണ് ആര്? അടിമകളാണ് ആര്? മലക്കുകൾ. എന്തുകൊണ്ടാണ് അവർ സൃഷ്ടിച്ചത്? പ്രകാശം കൊണ്ട്. അവർക്ക് ഉറക്കില്ല, തളർച്ചയില്ല, ഭക്ഷണമില്ല, വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല, തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർക്കില്ല. ഉണ്ടാ? ഇല്ല. പിന്നെ സ്ത്രീകളോ പുരുഷന്മാരോ മക്കളോ ഒന്നും അവർക്കില്ല, അവരിലുണ്ടാകൂല. അള്ളാഹുവിൻ്റെ മക്കളാ? അള്ളാഹുവിൻ്റെ സ്ത്രീകളാ? ഒന്നുമല്ല. അള്ളാഹു സൃഷ്ടിച്ച ഒരു അടിമകളാകുന്നു. മനസ്സിലായോ? അവരുടെ എണ്ണോ എത്രയാണ്? കോടാനക്കോടി മലക്കുകൾ. നമുക്കവരെ എണ്ണ അറിയാൻ സാധിക്കുകയില്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, വേറെ ആർക്കും അറിയുകയില്ല. അതാണ് മലക്കുകൾ. മനസ്സിലായപ്പോൾ ഇന്ന് എല്ലാവരും പുസ്തകം എടുക്കൂ. നമുക്ക് ആ പാഠഭാഗങ്ങൾ കുറച്ച് വായിക്കാം. പാഠം 7 എല്ലാവരും നോക്കൂ. മലക്കുകളിലുള്ള വിശ്വാസം. ഞാൻ വായിക്കാൻ നിങ്ങൾ കേട്ടിരിക്കുക. അല്ലാഹു തആലാക്ക് മലക്കുകൾ എന്ന ഒരു കൂട്ടം അടിയാറുകളുണ്ട്. പ്രകാശം കൊണ്ടാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. അവർ തിന്നുകയോ കുടിക്കുകയോ ഇല്ല, ഉറങ്ങുകയോ തളരുകയോ ഇല്ല, അന്തം വിടലോ മറവിയോ ഇല്ല. എപ്പോഴും അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുകയാണവർ. മാതാപിതാക്കൾ, മക്കൾ, സ്ത്രീ പുരുഷന്മാർ ഒന്നും അവരിലില്ല. എങ്കിലും ഇവരുടെ എണ്ണത്തെക്കുറിച്ച് അല്ലാഹുവിനെ അറിയൂ.
അത്രയധികം വരും അവർ. മനസ്സിലായോ? എന്നാ നോക്കൂ, ഞാൻ വായിക്കാം, നിങ്ങൾ വായിക്കാം. പാഠം 7, മലക്കുകളിലുള്ള വിശ്വാസം. അല്ലാഹു തആലാക്ക് മലക്കുകൾ എന്നൊരു കൂട്ടം അടിയാറുകളുണ്ട്. ഓർക്കെ വായിക്കി. പ്രകാശം കൊണ്ടാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. അവർ തിന്നുകയോ കുടിക്കുകയോ ഇല്ല, ഉറങ്ങുകയോ തളരുകയോ ഇല്ല, അന്തം വിടലോ മറവിയോ ഇല്ല. എപ്പോഴും അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുകയാണവർ. മാതാപിതാക്കൾ, മക്കൾ, സ്ത്രീ പുരുഷന്മാർ ഒന്നും അവരിലില്ല. ഇവരുടെ എണ്ണത്തെ കുറിച്ച് അല്ലാഹുവിനെ അറിയൂ, അത്രയധികം വരും. മനസ്സിലായോ? വീട്ടിൽ നിന്ന് നിങ്ങൾ ഉഷാറായിട്ട് 3 പ്രാവശ്യം വായിച്ച് ഈ പാഠഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ എഴുതുക. ഓക്കെ അല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.